ഈ ചൂട് കൂടുന്നതോടുകൂടി കൂടുതൽ വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്ന് പുറത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ മൃഗങ്ങൾക്ക് ആവശ്യമായ വെള്ളമൊന്നും കാട്ടിനകത്ത് കിട്ടുന്നുണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ സ്വാഭാവികമായിട്ടും അവ കാടിറങ്ങുക. അപ്പോൾ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം കാണുകയാണ് വനം വകുപ്പ് ഇപ്പോൾ. കുടിവെള്ളം ഒരുക്കുക എന്നുള്ളതാണ് അല്ലെ, ആ ഒരു പദ്ധതി ഇപ്പോൾ വനം വകുപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് അറിയുന്നത്. നിലമ്പൂർ കരുളായി റേഞ്ചിലെ ഉൾവനത്തിലാണ് ഈ തടയണയൊക്കെ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമാണ് ഒരു പോംവഴി എന്ന് വനംവകുപ്പ് കണ്ടെത്തുന്നുണ്ട്. കാട്ടുപോത്ത് ഉൾപ്പെടെയുള്ള വന്യജീവികൾ കുടിവെള്ളം തേടി ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്ന സാഹചര്യത്തിലാണ് ഈ പദ്ധതി കരുളായിൽ നടപ്പിലാക്കുന്നത്. നിലമ്പൂരിൽ വന്യമൃഗങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഭാഗമാണ് കരുളായി റേഞ്ച്. ഈ വനമേഖലയിലാണ് തടയണ നിർമ്മിച്ച് ജലലഭ്യത ഉറപ്പുവരുത്തിയിരിക്കുന്നത്. വനം വകുപ്പും വൈൽഡ് വീൽസ് അഡ്വഞ്ചർ ക്ലബ്ബും ചേർന്ന് മൂത്തേടം പൂളയ്ക്കാംപാറയിൽ നിന്ന് 3.5 കിലോമീറ്റർ അകലെ എട്ടുകണ്ണിയിൽ ഈങ്ങാർത്തോടിന് കുറുകെയാണ് തടയണ നിർമ്മിച്ചത്. ക്ലബിലെ 30ഓളം അംഗങ്ങൾ ഭാഗമായി. അപ്പോൾ ഇത് വന്യജീവി വകുപ്പ് പുതുതായി നടപ്പാക്കുന്ന മിഷൻ ഫുഡ് ഫോഡർ വാട്ടർ സ്കീമിൽ ഉൾപ്പെടുത്തി തടയണ നിർമ്മിച്ചാൽ മൃഗങ്ങൾക്ക് കാട്ടിൽ തന്നെ ജലം ലഭിക്കുമെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ തടയണ നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. വേനൽ കടുത്തതോടെ കാട്ടിനുള്ളിലെ ജലാശയങ്ങൾ ഏറെക്കുറെ വറ്റുവരണ്ട അവസ്ഥയിലാണ്. മൃഗങ്ങൾ കുടിവെള്ളം തേടി നാട്ടിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഇനി ഏറെയുമാണ്. ഇതിന് തടയിടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തടയണയിൽ വെള്ളം നിറഞ്ഞ് പൊട്ടിപ്പോകാതിരിക്കാൻ കോൺക്രീറ്റ് പൈപ്പുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ജനവാസ മേഖലയോട് ചേർന്ന വനം പ്രദേശത്ത് അടിക്കാടുകൾ വെട്ടുന്ന നടപടിയും വനം വകുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. 24 മലപ്പുറം.